ആലപ്പുഴയിൽ ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതര വൈകല്യത്തോടെ ജനിച്ച നവജാത ശിശുവിന്റെ ചികിത്സയ്ക്ക് ഈടാക്കിയ പണം തിരികെ നൽകി. പരിശോധനകൾക്ക് ഈടാക്കിയ തുകയാണ് മടക്കി നൽകിയത്. ശ്വാസതടസ്സത്തെ തുടർന്ന് കുഞ്ഞിനെ ICUവിലേക്ക് മാറ്റി. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, വിവരങ്ങൾ എന്താണ്? ഈ ചികിത്സാ പിഴവിനെ തുടർന്ന് എല്ലാ ചിലവുകളും മെഡിക്കൽ കോളേജ് വഹിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പണം വാങ്ങിയത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചു? വീണ, ഈ കുഞ്ഞിന്റെ തുടർ ചികിത്സ സൗജന്യമായി നൽകുമെന്നായിരുന്നു അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ അതൊക്കെ പാഴ്വാക്കായി എന്ന് കുഞ്ഞിന്റെ രക്ഷകർത്താവ് ഇന്നലെ പറഞ്ഞിരുന്നു. ഇത് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകുകയും ചെയ്തു. തുടർന്നാണ് ഇക്കാര്യത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രി പുതിയ പ്രസ്താവനയുമായി എത്തിയത്. കുഞ്ഞിന്റെ ചികിത്സ എല്ലാം തന്നെ സൗജന്യമായി നൽകും എന്ന് വീണ്ടും ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുഞ്ഞിന് തുടർ ചികിത്സകൾ ആവശ്യമാണ്. കുഞ്ഞുമായി ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ രക്ഷകർത്താക്കൾക്ക് എത്തണം. കാരണം കുഞ്ഞിന് വിവിധ പരിശോധനകൾ, തലച്ചോറിനും ഒപ്പം തന്നെ ഈ കുഞ്ഞിന് വിവിധ തരത്തിലുള്ള വൈകല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ തുടർ ചികിത്സയ്ക്കായിട്ട് പല തവണ ഈ രക്ഷകർത്താക്കൾക്ക് ഇവിടെ എത്തേണ്ടതായുണ്ട്. അങ്ങനെ വന്ന സമയത്താണ് കുഞ്ഞിന്റെ തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റുമായി 500 രൂപയോളം ഈ രക്ഷകർത്താക്കളിൽ നിന്ന് ഈടാക്കിയത്. ഇക്കാര്യം ഇന്നലെ കുഞ്ഞിന്റെ പിതാവ് അനീഷ് പറയുകയുണ്ടായി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ തന്നെ നൽകുമെന്ന് വീണ്ടും ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുഞ്ഞിന്റെ അച്ഛനും അമ്മയും പറയുന്നത് ഇക്കാര്യങ്ങളൊന്നും സർക്കാർ നൽകിയ ഉറപ്പുകളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇനി എങ്ങനെയാണ് ഈ കുട്ടിയുടെ തുടർ ചികിത്സയുമായി മുന്നോട്ട് പോവുക എന്ന കാര്യത്തിൽ ഇവർക്ക് യാതൊരു രൂപവുമില്ല എന്നും മാതാപിതാക്കൾ പറയുകയുണ്ടായി. എന്തായാലും ഈ കുഞ്ഞിനെ ശ്വാസതടസ്സത്തെ തുടർന്ന് അല്പസമയം മുമ്പ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കുട്ടി ഇപ്പോൾ ICUവിലാണ് ഉള്ളത്. ഇന്നിപ്പോൾ 42 ദിവസം പ്രായമായിട്ടുണ്ട് കുഞ്ഞിന്. എന്തായാലും ഈ ഓരോ ദിവസവും ഈ കുട്ടിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയെ ഡയറക്റ്റ് ഈ കുഞ്ഞിന് പാല് കൊടുക്കാനോ ഒന്നും തന്നെ കഴിയില്ല. ട്യൂബ് വായിലൂടെ ഇട്ടിട്ടാണ് പാലും ഒക്കെ നൽകുന്നത്. എന്തായാലും ഈ കുഞ്ഞിനെ നേരെ പോലും കിടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട്. കുഞ്ഞിന്റെ ചികിത്സ ഏത് രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ഇപ്പോഴും അതിന്റെ മാതാപിതാക്കൾക്ക് അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതും സർക്കാർ നൽകിയ വാക്ക് പാഴ്വാക്കാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതും. വീണ, ഓക്കെ, ശരി നിഷ.